ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളായി നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. ബിക്കോസ് ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയും കുറേ ഇമോഷണലും പ്ലസ് ഒരുപാട് പ്രൗഡ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണ്. ബിക്കോസ് ഇന്നാണ് എൻ്റെ ഗ്രാജുവേഷൻ. സോ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഫുള്ളും ഗ്രാജുവേഷൻ്റെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ എടുക്കാമെന്ന്. 2023 സെപ്റ്റംബർ ഇൻടേക്കിലാണ് ഞാൻ ആദ്യമായിട്ട് ഫ്രാൻസിലേക്ക് വരുന്നത്. MS ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു എൻ്റെ കോഴ്സ്. അമേരിക്കൻ ബിസിനസ് സ്കൂൾ ഓഫ് പാരീസിലാണ് ഞാൻ പഠിച്ചത്. ഇപ്പോൾ 2026 എൻ്റെ ഗ്രാജുവേഷൻ. ഈ ഒരു ജേർണി അത്ര സിമ്പിളായിരുന്നില്ല. എല്ലാവരും പറയുന്ന പോലെ അത്രയും സിമ്പിളായിരുന്നില്ല. സ്റ്റുഡൻറ്റ് ലൈഫ് വളരെ ബുദ്ധിമുട്ടായിരുന്നു, ഇറങ്ങുന്നതായിരുന്നു. പിന്നിലേക്ക് ആലോചിക്കുമ്പോഴെല്ലാം ഇപ്പോൾ ഭയങ്കര പ്രൗഡാണ് ഞാൻ. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് എങ്കിരുന്നാൽ പോലും ആ ഒരു സമയത്ത് ഇൻറ്റേൺഷിപ്പ് കണ്ടുപിടിക്കാനായാലും പാർട്ട് ടൈം ആയാലും ഭാഷ അറിയാതെയുള്ളൊരു പ്രശ്നങ്ങളായാലും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത്. പക്ഷേ ഇന്നത്തെ ദിവസത്തിലും ഇന്നെനിക്കൊരു വിഷമമുണ്ട്, ഒരു ചെറിയ വിഷമം. ബിക്കോസ് എൻ്റെ എല്ലാത്തിനും സപ്പോർട്ട് നിൽക്കുന്ന എൻ്റെ എല്ലാമായ എൻ്റെ ഹസ്ബൻഡിനെ അൺഫോർച്ചുനേറ്റ്ലി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ദൈവത്തിനോടും എൻ്റെ കൂടെ എല്ലാത്തിനും കട്ടയ്ക്ക് നിന്ന് എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ ഫാമിലിയോടും കൂടിയാണ്. എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയാണ്. എനിക്ക് അതിനേക്കാൾ അടിപൊളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ്. സോ അവരൊന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനൊരിക്കലും ഇവിടെ നിൽക്കില്ലായിരുന്നു. ഭയങ്കര ഇമോഷണൽ ഒരു സംഭവമാണ് ഇപ്പം എനിക്ക് വരാൻ പോകുന്നത്. സോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നീട്ടുന്നില്ല. ഇപ്പോൾ സമയം ഇവിടെ 9:50 1 മണിക്കാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കിംടൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം. പിന്നെ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി പുള്ളിക്കാരി ഇങ്ങോട്ടേക്ക് വരും. അപ്പം നമുക്ക് രണ്ടൊക്കെ ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞാണ് ഞാൻ. സോ നമുക്ക് പെട്ടെന്ന് റെഡി ആവാൻ നോക്കാം. അങ്ങനെ നമ്മുടെ കുളി കഴിഞ്ഞു ഗൈസ്. സോ ഞാൻ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഔട്ട്ഫിറ്റൊക്കെ കാട്ടി ഗസ്റ്റ് വന്നു കേട്ടോ. നമ്മുടെ ആ ഗസ്റ്റിനെ കൊണ്ടുവരാൻ വേണ്ടി അടിയിലോട്ട് ഇറങ്ങാം ഓട്ടമാണ് ഈ കാണുന്നത്. അശ്വതി ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മുടിയൊക്കെ സ്റ്റൈൽ ചെയ്തു. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാട്ടോ. പക്ഷേ ആ സമയത്ത് എടുപിടി ഷടപടിയെന്നായത് കൊണ്ട് ഒന്നും പറ്റില്ല. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഓക്കെ, നമ്മളിന്ന് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത് ഒരു ഷോർട്ട് ബ്ലേസർ വെച്ചാണ്. ഇത് എൻ്റെ ഫ്രണ്ട്സ് ഇന്നലെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഈ ഒരു ക്യൂട്ട് ബ്ലേസറും പ്ലസ് ഈ ഒരു ചെറിയൊരു ക്യൂട്ട് ചെയിനും എല്ലാം വെച്ച്. താങ്ക് യു. ഈ 2 ഷൂസ് ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. സോ പുറത്തിറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ ലേറ്റ് ആണ് ഓൾറെഡി. നമുക്ക് ഒരൊറ്റ മെട്രോ കയറിയാൽ മതിയായിരുന്നു കേട്ടോ, ഡയറക്റ്റ് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ കറക്റ്റ് നമ്മൾ ചെന്നപ്പോഴേക്കും അവിടെ ഫ്രണ്ട് ഓഫീസിൽ അവർ നമ്മുടെ നെയിമും ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ക്യൂട്ട് ബൊക്കെ എനിക്ക് ആദിത്യ കുട്ടി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അവൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ സർപ്രൈസ് ആയിട്ട് കൊടുത്ത് സെറ്റ് ചെയ്യിച്ചതാട്ടത്. മോസ്റ്റ് എക്സ്പെൻസീവ് ഔട്ട്ഫിറ്റ്. Class of 2025, the future is not something you wait for, it is something you create. So congratulations and enjoy every moment of what comes next. അങ്ങനെ ഈ സ്പീച്ച് കഴിഞ്ഞപ്പോഴേക്കും സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. Look at me, slide. Yes, thank you. Ashok Akula. നമ്മുടെ കോക്ടെയിൽ പാർട്ടിക്ക് വന്നതാണ്. അങ്ങനെ നമ്മുടെ ഗ്രാജുവേഷൻ സെറമണി ഒക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ ആഫ്റ്റർ പാർട്ടിയിലാണ് നിൽക്കുന്നത്. സോ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ കാണിച്ചു തരാം. എന്താണ് ഇന്ന് പറയാനുള്ളത്? വളരെ ഹാപ്പി. ഇത്ര നല്ല കഷ്ടപ്പാടോട് ഞങ്ങൾക്ക് അവസാനം ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി.
പിന്നീട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു നിന്നോട്ടെ. നല്ല രസമായിരുന്നു എല്ലാവരും കൂടിയിട്ടുള്ള ആ ഒരു ഹായ്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിട്ട് റൂമിൽ. ഇപ്പം സമയം 8:34. അയ്യോ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഭയങ്കര അത്ര വലിയ ഗ്രാൻഡായിട്ടുള്ള പരിപാടി അല്ലായിരുന്നു, എങ്കിലും വളരെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. ഒരു 40 പേര് മേ ബി, അത്രത്തോളം ABSലെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. പിന്നെ പരിപാടി പെട്ടെന്ന് തന്നെ അവസാനിച്ചു. ഗ്രാജുവേഷൻ സെറമണി കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ തന്നെ കോക്ടെയിൽ പാർട്ടിക്ക് കയറി. പിന്നെ അവിടെ കുറച്ച് ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറേ ടൈമായി. പിന്നെ ഞങ്ങളെല്ലാവരും പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോരാണ് ചെയ്തത്. കുറച്ച് പേരൊക്കെ ഇങ്ങനെ മാൾട്ടയിലേക്കും ഒക്കെ പോയിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഇൻറ്റേൺഷിപ്പിന് പോയിട്ട് അവിടെ നിന്ന് ജോലിയായിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്ന ആൾക്കാരുണ്ട്. ഗ്രാജുവേഷൻ കൂടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫൺ ആക്ടിവിറ്റി ആയിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ആ ഒരു ടച്ച് വിടാണ്ട് അവരെല്ലാവരും കാണാൻ പറ്റി, കുറേ നേരം സംസാരിക്കാൻ പറ്റി. അതൊക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാമിലീസൊക്കെ ആയിട്ട് കുറേ സ്റ്റുഡൻസിനെ കണ്ടായിരുന്നിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു. അതായത് ഞാൻ ഒരുപാട് നാൾ മുന്നേ ആഗ്രഹിച്ചതായിരുന്നല്ലോ അഭയൻ ഇങ്ങോട്ടേക്ക് എൻ്റെ കോൺവെക്കേഷന് കൊണ്ടുവരണം. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ അത് കണ്ടപ്പോൾ. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, സംതിങ് ബെറ്റർ ഈസ് കമ്മിങ്, മേ ബി ദാറ്റ്സ് വൈ. അങ്ങനെ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. അങ്ങനെ എന്താ പറയുക, സോ ഗ്രേറ്റ്ഫുൾ. അങ്ങനെ ഒരു വലിയൊരു ചാപ്റ്റർ, സ്റ്റുഡൻറ്റ് ചാപ്റ്റർ ഇന്നത്തോടുകൂടി ക്ലോസ് ആയി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ കൂടുതലായിട്ട് ഫ്രാൻസ് ലൈഫോ സ്റ്റുഡൻറ്റ് ലൈഫോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക, കമൻറ്റിലൂടെ അറിയിക്കുക, എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വീഡിയോസൊക്കെ ഇറക്കുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.